എക്സ്പെക്റ്റേഷൻ ഇല്ലാതെയാണ് വന്നത്. പക്ഷേ ഒരു അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമയായിരുന്നു. ഒരുപാട് ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പഴയ പടം എനിക്കങ്ങനെ ധ്യാൻ്റെ ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കംബാക്ക് ആണോ എന്ന് ചോദിക്കാനും ഒരു സാധാ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സിനിമകളൊക്കെ ധ്യാൻ്റെ സാധാരണ സിനിമ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പടമാണ്. കുറേ കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കംബാക്കായിട്ട് ഞാൻ അത്ര സിനിമകൾ കണ്ടിട്ടില്ല. എന്തായാലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ധ്യാൻ്റെ പഴയ സിനിമ വെച്ച് നോക്കുമ്പോഴും. ആക്ടിങ് എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആക്ച്വലി വെരി നൈസ് മൂവിയാണ്. ധ്യാൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര നല്ല മൂവിയാണ് അതാണ് പറഞ്ഞത്. മറ്റേത് വെച്ച് പഴയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, ബെറ്ററാണ്. എന്തുകൊണ്ടും ബെറ്ററാണ് ഈ സിനിമ. അത് 2.5 മണിക്കൂർ വെർത്തായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പടമായിരുന്നു ബ്രോ. ധ്യാൻ്റെ നേരത്തെ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നല്ലത്. ഇത് ത്രില്ലറുണ്ട്, പിടിച്ച് ഇരുത്തുന്നുണ്ട്, നല്ല സിനിമയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട് ഇതിൻ്റെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ, അത് ഇരുന്ന് കാണുന്നുണ്ട്. നല്ലൊരു അറ്റംപ്റ്റാണ്. ഒരു യൂണിവേഴ്സ് എന്നുള്ള നിലയിൽ പുതിയൊരു ഇൻസ്റ്റാൾമെൻ്റ് ആണ്. പിന്നെ അവർ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മിന്നൽ മുരളി സിനിമയായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ലെങ്കിലും അടുത്ത് വരുന്നൊരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്നീക്ക് പീക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. എല്ലാവരും എണീറ്റ് പോവാതെ ഫൈനൽ വരെ കണ്ടുകൊണ്ടിരുന്ന നന്നായിരുന്നു. നല്ലൊരു അറ്റംപ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു സ്പൂഫ് ജോണറിൽ പോകുന്നതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് സ്പൂഫ് അല്ലെങ്കിൽ അങ്ങനത്തെ തമാശകളൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറേ കാര്യങ്ങളെല്ലാം പാളിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിലുടനീളം നുറുങ്ങ് തമാശകളൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ ചിരി ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും അങ്ങനെ തോന്നിയില്ല. അപ്പം അങ്ങനെ പതിഞ്ഞ താളത്തിലാണ് ഇങ്ങനെ സിനിമ ഇങ്ങനെ പോകുന്നത്, ആ ഒരു ഇൻ്റർവെൽ വരെ. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെയാണ്. ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഗ്രാമം, ഇതിനകത്തൊരു സാങ്കല്പിക ഗ്രാമം 80s സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നടക്കുന്ന കുറച്ച് ക്രൈംസ്, തുടക്കത്തിൽ പറയുന്നത് അവിടെ ക്രൈമൊന്നും ഇതുവരെ നടന്നിട്ടില്ല, പെട്ടെന്ന് പൊടുന്നതിനെ ക്രൈം നടക്കുന്നു. അപ്പോൾ ഇത് എങ്ങോട്ട് പോകും എന്നുള്ളൊരു സ്വീഡിഷ് മൂവിയുണ്ട് കോപ്സ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കഥയിലോട്ട് പോകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വ്യത്യസ്ത രീതിയിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും കഥ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ മാറും. പിന്നെ അങ്ങോട്ട് സ്പൂഫ് എലമെൻറ്റും കോമഡി എലമെൻറ്റും കുറഞ്ഞ് ത്രില്ലർ എലമെൻറ്റ് ഇങ്ങനെ കൂടി പോകും. ഇത് ഇതിപ്പം പ്രഡിക്റ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്കൊന്നും തലപ്പുണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സാധാരണ പിന്നെയാണ് അങ്ങോട്ട് ത്രില്ലർ എലമെൻറ്റ്സ് പിടിച്ചാണ് സിനിമ പോകുന്നത്. അപ്പം ആ ഒരു റെസ്റ്റോറൻറ്റ് പൊട്ടാതെ അവർ കൊണ്ടുപോകുന്നതിൽ ഒരു ടീം വിജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി ബെറ്ററാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കൊള്ളാം. കുഴപ്പമില്ല, നല്ല പടം. കോമഡിയൊക്കെ ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല. ധ്യാനം നന്നായിട്ട് അഭിനയിച്ചു, കുഴപ്പമൊന്നുമില്ല. നല്ല സിനിമ. മേക്കിംഗ് കൊള്ളാം, സൗണ്ട് ഡയറക്ഷനും കൊള്ളാം, കഥ കുഴപ്പമില്ല, അവസാനം എപ്പോഴും കൊള്ളാം, ട്വിസ്റ്റൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പടം തന്നെയാണ്. പിന്നെ ധ്യാൻ്റെ അത്യാവശ്യം ഇപ്പം നേരത്തെ ഇറങ്ങിയ പടം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാം. പ്രശ്നങ്ങളൊന്നുമില്ല. അത് നല്ലോണം കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. നല്ല സിനിമ, കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം സ്റ്റോറിയൊക്കെ ഉണ്ട്. ഒരു ആവറേജ് പടം, ഒരു 1 ടൈം വാച്ചബിളായിട്ട് തോന്നുന്നു. പക്ഷേ എന്നാൽ അത്ര മോശമല്ല. ഈ ഹൈപ്പിനനുസരിച്ചുള്ള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടാണ്. പക്ഷേ ധ്യാൻ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ സിനിമകളൊക്കെ വെച്ചുമ്പോൾ ധ്യാൻ്റെ അത്യാവശ്യം നല്ല സിനിമയാണ്, കണ്ടിരിക്കാനുള്ളതുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കഥ കുറേ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. അത്യാവശ്യം പഴയ സിനിമ വെച്ച് നോക്കുമ്പോൾ, ഇത്രയും ചെയ്ത സിനിമ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ്. നല്ല പടമായിരുന്നു ബ്രോ. ഇത് എനിക്ക് ജേണർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ത്രില്ലർ ജേണറാണ്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഏകദേശം അതിന് നല്ല മീറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ജേണറിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ട്വിസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിരുന്നു, ഭംഗിയായിരുന്നു. ഒരു എബോ ആവറേജ് പടം തന്നെയാണ്. ധ്യാൻ്റെ ആ ഒരു ഫ്ലോലെസ് അഭിനയം ഇതിനകത്തും കാണാൻ പറ്റും. നല്ല രസമായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. എബോ ആവറേജ് ആണ്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഈ അടുത്തിറക്കി വിട്ട പടങ്ങളെ വെച്ച് നല്ല സിനിമയാണ്. പിന്നെ ആ കാസ്റ്റിംഗ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന 3-4 പേര് അടിപൊളിയായിരുന്നു. കൊള്ളാം. വില്ലനൊക്കെ ഒരു പുതിയ കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. പടം കയറും. ധ്യാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പഴയ പടം എനിക്കങ്ങനെ ധ്യാൻ്റെ ഒരുപാട് പടങ്ങളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മുടെ യൂഷ്വലി ധ്യാൻ്റെ പടം പോലെയല്ല, അതിൽ നിന്നും അടിപൊളിയായിരുന്നു.
പിന്നെ സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റും പിന്നെ ഫൈറ്റ്സിനൊക്കെ അടിപൊളിയാണ്. മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കംബാക്കായിട്ട് ഞാൻ അത്ര സിനിമകൾ കണ്ടിട്ടില്ല. എന്തായാലും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ധ്യാൻ്റെ പഴയ സിനിമ വെച്ച് നോക്കുമ്പോഴും. ആക്ടിങ് എല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നല്ല സിനിമയാണ്, നല്ല സിനിമ. ഫാമിലിയോടൊക്കെ വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളുണ്ടാവും. നല്ല സിനിമയാണ്.